ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത. കൊച്ചു ദേവദാരു സിർഗൈ മിഹൽക്കോഫിന്റെ കഥയാണ്. അപ്പോൾ ഇതിലെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ പഠന പ്രവർത്തനം എന്നത് വായിക്കാൻ പറയാം എന്നതാണ്. ഇതിൽ ആദ്യത്തെ ചോദ്യം ദേവദാരുവിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം, രണ്ടാമത്തേത് ദേവദാരു ഒറ്റപ്പെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാം, മൂന്നാമത്തേത് ദേവദാരുവിന് ഭയാശങ്കകൾ ഉണ്ടായ സന്ദർഭങ്ങൾ എന്തെല്ലാമാണ്, നാലാമത്തേത് ഡിസംബർ 31 ദേവദാരുവിനുണ്ടായ അനുഭവം എന്ത്, പാഠഭാഗം വായിച്ച് സൂചനകളുടെ വിശദാംശങ്ങൾ കണ്ടെത്തി പറയുക. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യത്തിന്റെയും ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ദേവദാരുവിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം. ഉത്തരം കൊച്ചു ദേവദാരു മറ്റു മരങ്ങളിൽ നിന്ന് വേറിട്ട് ഒറ്റയ്ക്കാണ് വളർന്നു വന്നത്. ഏകയും സന്തോഷവതിയുമായി ചെറുജീവികളോടും കിളികളോടും കൂട്ടുകൂടിയാണ് അവൾ ജീവിച്ചിരുന്നത്. മറ്റു മരങ്ങൾ ഏറെ വാത്സല്യത്തോടെ അവളെ നോക്കിയിരുന്നു. ഇത്രയുമാണ് കൊച്ചു ദേവദാരുവിന്റെ പ്രത്യേകതകൾ. രണ്ടാമത്തെ ചോദ്യം ദേവദാരു ഒറ്റപ്പെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാം. ഉത്തരം മറ്റു മരങ്ങളെല്ലാം കാടുകളിൽ കൂട്ടുചേർന്നാണ് വളർന്നിരുന്നത്. എന്നാൽ ദേവദാരു വനപാലകന്റെ വീടിന് സമീപം തുറന്ന ദേശത്താണ് വളർന്നത്. അതുകൊണ്ട് തന്നെ അതിനു ചുറ്റും മറ്റു മരങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാലാണ് ഒറ്റപ്പെട്ടു പോയത്. മൂന്നാമത്തെ ചോദ്യം ദേവദാരുവിന് ഭയാശങ്കകൾ ഉണ്ടായ സന്ദർഭങ്ങൾ എന്തെല്ലാമാണ്. ഉത്തരം ഒറ്റയ്ക്കാണ് വളർന്നു വന്നതെങ്കിലും ഏകാന്തത അനുഭവിച്ചിടാതെ മറ്റു ജീവികൾ കൂട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ അതിന്റെ ചില്ലയിൽ ജീവിച്ചിരുന്ന മാക്പൈ എന്ന പക്ഷി പെരുമാറിയത് തീർത്തും നിർദയമായിട്ടായിരുന്നു. പുതുവർഷത്തിൽ ആരെങ്കിലും അതിന്റെ ചില്ലകൾ വെട്ടിക്കൊണ്ടുപോകുമെന്നും അതോടെ തന്റെ ജീവിതം അവസാനിക്കുമെന്നും മാക്പൈ പറഞ്ഞു. പിന്നീട് ഓരോ ദിവസവും ഭയാശങ്കകളോടെയാണ് ദേവദാരു കഴിച്ചുകൂട്ടിയത്. ചോദ്യം 4. ഡിസംബർ 31 ദേവദാരുവിനുണ്ടായ അനുഭവം എന്ത്. മാക്പൈ എന്ന പക്ഷി ദേവദാരുവിനോട് അവൾക്ക് പുതുവർഷം വരെ ആയുസ് ഉണ്ടാവുകയുള്ളൂ എന്നും അന്ന് ആരെങ്കിലും വെട്ടിക്കൊണ്ടു പോകുമെന്നും പറയുന്നു. അതോടെ അവൾ ഓരോ നിമിഷവും ഭയന്ന് ജീവിക്കുന്നു. ഡിസംബർ മാസത്തെ കനത്ത മഞ്ഞ് വീണ് സ്വയം മൂടപ്പെട്ട ദേവദാരു ഇനി തന്നെ ആരും കാണില്ലല്ലോ എന്നോർത്ത് സന്തോഷിക്കുന്നു. എന്നാൽ പുതുവർഷത്തലേന്ന് വനപാലകൻ അവളെ തേടിയെത്തുന്നു. വർദ്ധിച്ച ഭയത്താൽ തന്റെ അന്ത്യം അടുത്തു എന്ന് കരുതി അവൾ ബോധം കെട്ടു വീഴുന്നു. മരങ്ങളുടെ മഹത്വം അറിയാമായിരുന്ന വനപാലകൻ ദേവദാരുവിന്റെ സ്ഥാനം നോക്കി പുതുവർഷത്തിനായി അലങ്കരിക്കുകയായിരുന്നു. എല്ലാ വർഷങ്ങളിലും അങ്ങനെ തന്നെ അവളെ നിലനിർത്താം എന്നയാൾ തീരുമാനിക്കുന്നു. അതോടെ ദേവദാരുവിന്റെ ഭയവും മാറുന്നു. രണ്ടാമത്തെ പഠന പ്രവർത്തനം ആത്മകഥയാണ്. ദേവദാരുവിന്റെ ബാല്യകാലം എങ്ങനെയുള്ളതായിരുന്നു എന്നും അതിന്റെ ചിന്തകളും ആശങ്കകളും എന്തായിരുന്നു എന്നും നിങ്ങൾക്കറിയാം. കൊച്ചു ദേവദാരുവിന്റെ അനുഭവങ്ങൾ ആത്മകഥാരൂപത്തിലേക്ക് മാറ്റി എഴുതുക. ഉത്തരം എൻ്റെ പേര് ദേവദാരു. ഞാൻ ജനിച്ചതും വളർന്നതും കാടിന്റെ പശ്ചാത്തലത്തിലാണ്. എന്നാൽ ഒരിക്കലും കാട്ടിലെ വലിയ മരങ്ങൾക്കൊപ്പം ആയിരുന്നില്ല. അവിടെ മരങ്ങളെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന ഒരു വനപാലകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീടിന് മുന്നിലുള്ള തുറന്ന പ്രദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ദൂരെ നിന്ന് വലിയ മരങ്ങൾ ഏറെ വാത്സല്യത്തോടെ എന്നെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സ് എന്തുമാത്രം സന്തോഷിച്ചിരുന്നുവെന്നോ. ഒറ്റയ്ക്കായിരുന്നുവെങ്കിലും ഞാൻ ഒരിക്കലും ഏകാന്തത അനുഭവിച്ചിരുന്നില്ല. അതിന് കാരണം എന്നെ കാണാൻ വന്നിരുന്ന കൂട്ടുകാരായിരുന്നു. ചെറിയ പ്രാണികൾ, പക്ഷികൾ, എലികൾ എന്നിവയൊക്കെ എൻ്റെ ചങ്ങാതിമാർ ആയിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും വലിയ പേമാരിയും ഇടിയും മിന്നലും ഒക്കെ വരുമ്പോൾ ഞാൻ ഏറെ ഭയന്നിരുന്നു. അന്നൊക്കെ എന്നെ ചേർത്ത് പിടിക്കാൻ മുത്തശ്ശി മാമരങ്ങൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ഏറെ ആശിച്ചിരുന്നു. അന്നൊക്കെയാണ് ഒറ്റപ്പെടലിന്റെ വിഷമം ഞാൻ അറിഞ്ഞിരുന്നത്. എല്ലാവരാലും സ്നേഹിക്കപ്പെട്ട ഞാൻ അങ്ങനെ ജീവിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത്.
മാക്പൈ എന്ന പേരുള്ള പക്ഷി ഒരു ദിവസം വന്നെന്റെ ചില്ലയിലിരുന്നു. ഇരുന്നതിൽ എനിക്ക് ഒട്ടും പരിഭവം ഉണ്ടായിരുന്നില്ല. അവളുടെ പ്രവൃത്തിയാണ് ഏറെ വേദനിപ്പിച്ചത്. അന്ന് ഞാൻ കുഞ്ഞായിരുന്നത് കൊണ്ട് എന്റെ ചില്ലകൾ ലോലവും കനം കുറഞ്ഞതുമായിരുന്നു. അവൾ അതിൽ കയറിയിരുന്ന് മുൻപോട്ടും പിറകോട്ടും ആടി. ഞാൻ അവളോട് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. തുടർന്നവൾ പുതുവർഷാരംഭം വരെ മാത്രമേ എനിക്ക് ആയുസ് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ആകെ തകർന്നുപോയി. വനപാലകൻ എന്നെ വെട്ടിക്കൊണ്ടു പോകുമെന്ന വാർത്തയാണ് ഞാൻ അപശകുനം പോലെ കേട്ടത്. അങ്ങനെ ഒരു നാൾ ഡിസംബർ മാസത്തിലെ അവസാന നാൾ വനപാലകനെ കണ്ടപ്പോൾ ഞാൻ ആകെ ഭയന്നു. ഡിസംബറിന്റെ മഞ്ഞാൽ ഞാൻ പുതയപ്പെട്ടിരുന്നു. പക്ഷേ വനപാലകൻ എൻ്റെ ദേഹത്ത് കിടന്നിരുന്ന മഞ്ഞ് കുടഞ്ഞു കളഞ്ഞു. എന്നെ അടിമുടി വീക്ഷിച്ചു. ഭയത്താൽ എൻ്റെ ബോധം പോയിരുന്നു. അതാണ് എൻ്റെ അവസാന നിമിഷം എന്ന് ഞാൻ കരുതിയിരുന്നത്. കുറച്ചു സമയം കഴിഞ്ഞ് ബോധം വീണപ്പോൾ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. നല്ലവരായ വനപാലകനും മക്കളും ഞാൻ നിന്നിരുന്ന സ്ഥാനത്ത് നിന്ന് പുതുവർഷമായി അലങ്കരിക്കുകയായിരുന്നു. ഇത് കണ്ട് സന്തോഷത്താൽ എൻ്റെ കണ്ണു നിറഞ്ഞുപോയി. തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും എന്നെ അലങ്കരിച്ച് പരിപാലിക്കുമെന്നുള്ള പ്രതിജ്ഞ എടുത്ത് അവർ തിരിച്ചുപോയി. ഇതൊക്കെ ഇന്ന് മുതിർന്ന പ്രായത്തിൽ ഓർക്കുമ്പോഴും ഇന്നലെ എന്ന പോലെ ഓർമ്മ വരുന്നു. പിന്നെയും അനവധി ആൾക്കാർ വനപാലകരായി വന്നിരുന്നുവെങ്കിലും എന്നെ ഒന്നും ചെയ്തില്ല. മനുഷ്യർ പ്രകൃതിയെയും വൃക്ഷങ്ങളെയും സ്നേഹിക്കുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ മനുഷ്യരിലൂടെയാണ്. അടുത്ത പഠന പ്രവർത്തനം വിശദമാക്കാം. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധം ആണ് കൊച്ചു ദേവദാരു എന്ന കഥ നൽകുന്ന സന്ദേശം. വിശദമാക്കുക. സെർഗെയ് മിഖൽക്കോഫിന്റെ കൊച്ചു ദേവദാരു എന്ന കഥ ഒരേ സമയം ബാലസാഹിത്യ കൃതിയും പരിസ്ഥിതി അവബോധം വളർത്തുന്ന കൃതിയുമാണ്. കഥ വായിക്കുമ്പോൾ ഇത് ദേവദാരുവിന്റെ കുട്ടിക്കാല അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന കഥയാണെന്ന് തോന്നാം. എന്നാൽ ഇത് ദേവദാരു ജീവിക്കുന്ന ആവാസ വ്യവസ്ഥകളെയും ഋതുവൈവിധ്യങ്ങളെയും വൃക്ഷജന്തുജാലങ്ങളെയും അവയുടെ സഹവർത്തിത്വത്തെയും കാണിച്ചു തരുന്നു. കഥയുടെ ആദ്യ ഭാഗത്തിൽ ദേവദാരുവും മറ്റു വൃക്ഷങ്ങളും എങ്ങനെയാണ് വളരുന്നത് എന്ന് പറയുന്നു. മഞ്ഞും മഴയും വെയിലും എങ്ങനെയാണ് വൃക്ഷങ്ങൾ അതിജീവിക്കുന്നതെന്നും കഥയിൽ കാണാൻ സാധിക്കുന്നു. മനുഷ്യൻ പ്രകൃതിയെ എല്ലായിടത്തും നശിപ്പിക്കുന്ന കാഴ്ചയാണ് വർത്തമാനകാലത്ത് കാണാൻ കഴിയുന്നത്. എന്നാൽ പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന മനുഷ്യരുണ്ടെന്ന് ഈ കഥ നമ്മോട് പറയുന്നു. കഥയിലെ വനപാലകനും മക്കളും പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്ന മനുഷ്യ പ്രതീകങ്ങളാണ്. സാധാരണയായി മനുഷ്യർ ദേവദാരുവിന്റെ ചില്ലകളൊക്കെ വെട്ടിയെടുത്ത് കൊണ്ടുപോയാണ് പുതുവർഷം അലങ്കരിക്കുന്നത്. എന്നാൽ കഥയിലെ വനപാലകനും മക്കളും ദേവദാരു എവിടെയാണോ നിൽക്കുന്നത് അവിടെ വെച്ച് തന്നെ അവളെ അലങ്കരിച്ചു പുതുവർഷം ആഘോഷിക്കാനാണ് തീരുമാനിക്കുന്നത്. എല്ലാ വർഷവും ആഘോഷം അങ്ങനെ മതി എന്നയാൾ തീരുമാനിക്കുന്നു. ഇത് അവരുടെ പ്രകൃതി സ്നേഹമാണ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യമാണ് കൊച്ചു ദേവദാരു എന്ന കഥ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശമെന്ന് നിസ്സംശയം പറയാം. അടുത്ത പഠന പ്രവർത്തനം പദഘടനയാണ്. വനപാലകന്റെ വീടിന് മുൻപിലുള്ള തുറന്ന പ്രദേശത്ത് ദേവദാരു വൃക്ഷത്തിന്റെ കൊച്ചു തൈ വളർന്നു വന്നിരുന്നു. വസന്തത്തിലെ ഊഷ്മളമായ സൂര്യവെളിച്ചത്തിൽ അത് വെയിൽ കാഞ്ഞിരുന്നു. അടിവരയിട്ട പദം ശ്രദ്ധിച്ചുവല്ലോ. അവ വേർപിരിച്ചു എഴുതി നോക്കൂ. വനപാലകന്റെയും സൂര്യവെളിച്ചത്തിൽ എന്നീ രണ്ട് പദങ്ങളുടെ അടിയിലാണ് വരയിട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അടിവരയിട്ടിട്ടുള്ളത്. വനപാലകൻ വനത്തെ പാലിക്കുന്നവൻ, സൂര്യവെളിച്ചം സൂര്യന്റെ വെളിച്ചം. ഇങ്ങനെ പദങ്ങൾ ചേർത്ത് എഴുതുമ്പോഴും വേർതിരിച്ചെഴുതുമ്പോഴും പദഘടനയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? ചർച്ച ചെയ്യൂ. കൂടുതൽ പദങ്ങൾ കണ്ടെത്തൂ. ഇവിടെ കൊടുത്തിട്ടുള്ള രണ്ട് പദങ്ങൾ ഏതൊക്കെയായിരുന്നു? വനപാലകൻ, വനത്തെ പാലിക്കുന്നവൻ, സൂര്യവെളിച്ചം, സൂര്യന്റെ വെളിച്ചം. വനത്തെ പാലിക്കുന്നവൻ എന്ന പ്രയോഗത്തിൽ വനത്തിനെ സംരക്ഷിക്കുന്നവൻ എന്ന അർത്ഥമാണുള്ളത്. വനം അധികം എ, വനത്തെ. ഇവിടെ
എ എന്നത് പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയമാണ്. വിഭക്തി എന്നാൽ വാക്യത്തിലെ മറ്റു പദങ്ങളുമായുള്ള ബന്ധത്തെ കുറിക്കാൻ നാമത്തിൽ വരുത്തുന്ന രൂപഭേദമാണ്. വനപാലകൻ എന്ന പദത്തിൽ വനം എന്ന നാമത്തോട് എ എന്ന പ്രത്യയം ചേർത്ത് വനത്തെ എന്നാക്കുന്നു. അപ്പോൾ വനപാലകൻ വനത്തെ പാലിക്കുന്നവനാകുന്നു. സൂര്യവെളിച്ചം എന്നാൽ സൂര്യന്റെ വെളിച്ചം എന്നാണ് അർത്ഥം. സൂര്യന്റെ എന്നതിലെ ഇന്റെ എന്നത് സംബന്ധിക വിഭക്തിയുടെ പ്രത്യയമാണ്. നാമത്തിനോട് ഇന്റെ ഉടെ എന്നീ പ്രത്യയങ്ങൾ ചേരുന്നത് സംബന്ധിക വിഭക്തിയിലാണ്. സൂര്യന്റെ വെളിച്ചം, സൂര്യവെളിച്ചം. കൂടുതൽ പദങ്ങൾ: കനിവിനുറവ, കനിവിന്റെ ഉറവ. വൃക്ഷത്തൈ, വൃക്ഷത്തിന്റെ തൈ. ഇടിമിന്നൽ, ഇടിയും മിന്നലും. അടുത്ത പഠന പ്രവർത്തനം ലഘുലേഖ തയ്യാറാക്കാനാണ്. ലോക പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിൽ വിതരണം ചെയ്യുന്നതിനായി ലഘുലേഖ തയ്യാറാക്കുക. വിഷയം പരിസ്ഥിതിയും വികസനവും. ലഘുലേഖയുടെ മാതൃക ഇതാണ്. ഹെഡിങ് കൊടുക്കാം: പ്രകൃതിയെ കാക്കാം ജീവന് തണലായി. പ്രകൃതി സംരക്ഷണ ബോധവൽക്കരണ ലഘുലേഖയാണ് ഇത്. പ്രകൃതി നശീകരണം എങ്ങനെയാണ് സാധ്യമാക്കുന്നത്, എങ്ങനെയാണ് പ്രകൃതി നശീകരിക്കുന്നത്, നശിച്ചു പോകുന്നത് എന്ന് ആദ്യം നോക്കാം. മരം മുറിക്കൽ, മണ്ണിടിക്കൽ, പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയൽ, ഫാക്ടറി മാലിന്യം ഒഴുക്കിവിടൽ, വാഹനങ്ങൾ ആവശ്യമില്ലാത്ത സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് പുക പുറന്തള്ളുക, അശാസ്ത്രീയമായ കെട്ടിട നിർമ്മാണം, പ്രകൃതി ലോല പ്രദേശങ്ങളിലെ മനുഷ്യന്റെ കൈകടത്തൽ, വയൽ നികത്തൽ, ജലസ്രോതസ്സുകളിൽ മാലിന്യം വലിച്ചെറിയൽ, ഇവയൊക്കെയാണ് പ്രകൃതി നശീകരണത്തിന് കാരണമാകുന്നവ. ഇനി അടുത്തത് ലഘുലേഖയിൽ എഴുതേണ്ടത് എങ്ങനെയാണ് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രകൃതിക്ക് എങ്ങനെയൊക്കെയാണ് കോട്ടങ്ങൾ വരിക എന്ന് നമ്മൾ ആദ്യം കണ്ടു. ഇനി എങ്ങനെയാണ് പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുക? അപ്പൊ അതിന് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, പുക മലിനീകരണം കുറയ്ക്കുക, ജലസ്രോതസ്സുകളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക, പ്രകൃതിക്കിണങ്ങുന്ന കെട്ടിടങ്ങൾ നിർമ്മിക്കുക, കൃഷിയിടങ്ങളിൽ ജൈവവളങ്ങൾ ഉപയോഗിക്കുക, മണ്ണിടിക്കുന്നത് തടയുക, പാരിസ്ഥിതിക ലോല പ്രദേശങ്ങളിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ തടയുക, പ്ലാസ്റ്റിക് ഉപയോഗവും പ്ലാസ്റ്റിക് കത്തിക്കുന്നതും ഒഴിവാക്കുക, പരിസ്ഥിതി മലിനീകരണം ശ്രദ്ധയിൽപ്പെട്ടാൽ അധികാരികളെ അറിയിക്കാനുള്ള നമ്പറിൽ വിളിച്ച് കാര്യം അറിയിക്കുക.